സെറ ഗുഡ് മോർണിംഗ്. ഇതെവിടെയാ? ഇത് ലോണാവാല. നമുക്ക് പോണ്ടേ? എങ്ങോട്ടാ പോണ്ടേ? ബോംബെ. ഇന്ന് നമുക്ക് ബോംബെക്ക് പോവാട്ടോ. എന്താണോ ഇത്? ഷെയ്ക്കാണോ ഇത്? ഇത് ഹെർബാ ലൈഫിന്റെ ഡനോ ഷേക്ക് ആട്ടോ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ ഹെൽത്തി ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അധികം കൊടുക്കണ്ട. മാക്സിമം നമ്മൾ നല്ല ഫുഡുകൾ കൊടുക്കാനാണല്ലോ നോക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര കൺവീനിയന്റ് ആണ് ഇത്. നമുക്കിത് ജസ്റ്റ് വെള്ളത്തിൽ വന്ന് മിക്സ് ചെയ്തിട്ട് ഷേക്ക് ചെയ്താൽ മതി, പിള്ളേർക്ക് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് പോകുന്നത്. ഒരുപാട് ടണൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ മലകളൊക്കെ തുറന്നിട്ടുള്ള ടണൽസ് ആട്ടോ ഇത്. എന്തായാലും ഇതിലൂടെ പോകുന്ന ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. ഇവിടെ എന്താ സംഭവം? അടിയാണോ? ഈ ലോണാവാല എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ആണ്. അപ്പം ഈ മുംബൈന്നും പൂനെന്നൊക്കെ ഉള്ളവര് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഈ ലോണാവാല എന്ന് പറയുന്നത്. നല്ല സൂപ്പർ എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ ഇത്. അടുത്ത തുരങ്കം വന്നിട്ടുണ്ട്. എയർപോർട്ടിന്റെയോ? എയർപോർട്ടില്ല, ഇത് ടണലാ ഇത്. ഇത് മറ്റേ ആ കടലിന് മേളിൽ കൂടെ ഉള്ള മറ്റേ ആ ബ്രിഡ്ജില്ലേ, അതാണിത്. പെട്ടെന്ന് പറയാം, ഇപ്പൊ കാണാം ഫ്രണ്ടില്. നവി മുംബൈനെയും കൂടെ കണക്ട് ചെയ്യുന്ന കടലിന്റെ മേലെ കൂടെ ഉള്ള ഒരു ഓവർ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. റീസെന്റ് ഓപ്പൺ ചെയ്തത്. ഏകദേശം ഒരു 22 കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. അത് കാണുന്നത് മുംബൈ സിറ്റി കേട്ടോ. എന്റെ പൊന്നെ, ഇന്ത്യയിലെ സിറ്റീസ് ഒക്കെ ഇത്ര അടിപൊളിയാന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും ഇങ്ങനെ ഒരു യാത്ര വന്നുകൊണ്ടാണ് കേട്ടോ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഒക്കെ കാണാനും അറിയാനൊക്കെ പറ്റിയത്. ശരിക്കും നമുക്കൊരു അഭിമാനം തോന്നുന്നു ഇതൊക്കെ. സേറ, അങ്ങ് ദൂരെ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സേറ, ഈ കാണുന്ന താജ് ഹോട്ടൽ നീ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മേജർ മൂവി? അത് ഇവിടെ വെച്ചാട്ടോ ഷൂട്ട് ചെയ്തേ. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഛത്രപതി ശിവാജി മ്യൂസിയം ഉണ്ട്. അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോകാൻ പറ്റും. കാണാൻ പോവാണ്. സേറയ്ക്ക് എന്തായാലും ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോയി. പിടിച്ചോണ്ടുള്ള ഫോട്ടോയോ? ഇത് കണ്ടിട്ടില്ലല്ലോ. അതാണ് ഞങ്ങളുടെ മാപ്പ്. ആ നിൽക്കുന്നത് അങ്ങനെ ഗ്രീൻ സിഗ്നൽ വന്നപ്പോൾ പെഡസ്ട്രിയൻ ലൈനിൽ കൂടെ ഞങ്ങള് നേരെ മ്യൂസിയത്തിലേക്ക് പോയി. അപ്പൊ മ്യൂസിയത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.